എൻ്റെ മക്കളെ ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ ആമേൻ പറയണം കേട്ടോ. ആമേൻ പറയുമ്പോഴാണ് ആ പ്രാർത്ഥനയിൽ ആശംസിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നത്. കർത്താവെ, അങ്ങയുടെ മക്കൾ അവർക്കെല്ലാം അങ്ങയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് ഈശോയെ. അനുദിന അനുഗ്രഹ പ്രാർത്ഥന അന്ന് നിങ്ങൾക്ക് നൽകാൻ കാരണം എല്ലാവരും കർത്താവിൻ്റെ കാര്യങ്ങൾ കേട്ട് എഴുന്നേക്കണം. കർത്താവിൻ്റെ കാര്യങ്ങളിൽ ശക്തി പ്രാപിച്ച് വേണ്ടി ജീവിതത്തിലേക്ക് പോകണം. അങ്ങനെ ഉള്ള യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, മക്കൾ സർട്ടിഫിക്കറ്റുമായി യാത്ര ചെയ്യുന്നവരെ ഞാൻ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ച് അവരുടെ ഹോംവർക്കുമായിട്ട് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രമാണങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അപേക്ഷകളുമായി യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരോ ആവശ്യത്തിനു വേണ്ടി പോകുന്നവർ നടക്കുമോ ഇല്ലയോ, ചിലർക്ക് അമിതമായ ആത്മവിശ്വാസമാണ് നടക്കുക. അതുകൊണ്ട് ദൈവത്തെ പോലും വിളിക്കാതെ അവരെടുത്ത് ചാടിപ്പോകും. പക്ഷെ അത് നടന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ അവർക്ക് പ്രയോജനപ്പെടാതെ വരും. അതുകൊണ്ട് കർത്താവ്, അങ്ങനെയുള്ള മന്ദബുദ്ധികളും അങ്ങയുടെ തിരുസേന അവരെ തൊഴണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് അനുതാപത്തോടെയും വിവേകത്തോടെയും വിവേചനത്തോടെയും ജീവിതത്തിൻ്റെ വിഷയങ്ങളെ ഒക്കെ മനസ്സിലാക്കാനുള്ള പ്രത്യേക വരപ്രസാദം അങ്ങനെ മക്കൾ നൽകേണ്ട കർത്താവ്. സർവോപരി വിശ്വാസം അവർക്ക് മക്കൾ നൽകേണ്ട കർത്താവ്. ഒത്തിരി നിരീശ്വരന്മാർ അവർ ദൈവത്തെ കണ്ടെത്താൻ പ്രയാസമുള്ള മക്കളെ അവരവരുടെ വഴികളിലൂടെ പോകുമ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ട് വിശ്വസിച്ചൊരു പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുടെ ഈശോയെ, അവരെ എല്ലാം നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അവരുള്ള അപകടമായ വഴികൾ, ആധ്യാത്മികമായ അപകടം സംഭവിക്കുന്ന വഴികളിലൂടെ പോകുന്നുണ്ട് ഈശോയെ. ആധ്യാത്മിക അപകടം സംഭവിക്കുന്ന ബന്ധങ്ങൾ അറിയാതെ കർത്താവ് കിട്ടിയിരിക്കുന്ന തൽക്കാലം കിട്ടിയിരിക്കുന്ന സുഖവും സന്തോഷവും കാരണം കർത്താവ് പ്രാർത്ഥനാ ജീവിതം മുടക്കിയിട്ട് കർത്താവ് ആരാണ് നമ്മളുമായിട്ട് ഇടപെട്ടിരിക്കണം അവർ പറയണം മാത്രം കേട്ടിട്ട് അവരുടെ ഒരു കളിപ്പാവേണ്ടി സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അകപ്പെട്ടു പോയവരുണ്ട് ഈശോയെ. പല പല ബന്ധങ്ങളിലും ദൈവത്തിൽ നിരക്കാത്ത ബന്ധങ്ങളിലും ആധ്യാത്മികത തകർക്കപ്പെടുന്ന ബന്ധങ്ങളിൽ അകപ്പെട്ടു പോരുണ്ട് ഈശോയെ. മക്കളെക്കുറിച്ച് ആകുലപ്പെടുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈശോയെ. അതുപോലെ തന്നെ മക്കൾ തന്നെ കർത്താവെ ചെയ്യുന്നത് ഇത് വേണ്ടായിരുന്നെന്ന് പറഞ്ഞ് ചിന്തിക്കുകയും അതേസമയം തന്നെ പിരിയാവുന്നൊക്കെ വിചാരിക്കുകയും പിന്നെ ഇവർ തന്നെ എന്തെങ്കിലും ഒരു ജഡികമായ ആസക്തിയാൽ പിന്നെ അവരെ വിളിക്കുകയും ചെയ്യുന്ന മൃഗതുല്യമായ ആസക്തിയോടെ സഞ്ചരിക്കുന്ന വ്യക്തിയുണ്ട് ഈശോയെ. ദൈവകൃപ വറ്റിപ്പോയവരുണ്ട് ഈശോയെ. അത് പ്രതിരോധം നഷ്ടപ്പെട്ടവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാ മക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധം നൽകട്ടെ. പൈശാചിക പീഡകളും ഭയമുള്ളവർ, വേദനയുള്ളവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. രോഗപീഡിതർ, മാനസിക അസ്വസ്ഥങ്ങളുള്ളവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, ഷുഗർ കൂടുന്നവർ, ഒരേ രീതിയിൽ തന്നെ കൂടിയ പ്രഷർ നോർമലാകാതിരിക്കുന്നവർ, അവരുടെ എല്ലാ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ അകപ്പെട്ടിരിക്കുന്നവർ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സാമ്പത്തികമായി ഞെരുക്കമുള്ളവർ, സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക പരിഹാരമില്ലാത്തവർ, ആരെങ്കിലും സഹായിച്ചു കഴിയുമ്പോൾ പിന്നെ അവരുടെ അടിമകളായി നമ്മൾ പോകേണ്ട ഒരു അവസ്ഥകൾ വരുന്ന രീതിയിൽ അതിൻ്റെ പേരിൽ മാനഹാനി നഷ്ടമാക്കാനും മാനസിക നഷ്ടം അനുഭവിക്കുന്ന മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവർ ഈശോയെ. കുടുംബത്തിൽ തന്നെ വീട് വിൽക്കാതിരിക്കുന്നവർ, അതുപോലെ തന്നെ വിൽക്കാതെ നിവൃത്തിയില്ല പക്ഷെ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ തകർച്ചയിലേക്ക് പോകുന്ന വെച്ചുകൊണ്ട് ആകപ്പാടെ വേദനിച്ച് വിഷമിച്ചിരിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. അവർ തീരുമാനമില്ലാതെ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളിലും തീരുമാനം ഉണ്ടാക്കാൻ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് വേദനിക്കുന്ന എല്ലാ വിഷയത്തിനും ദൈവികമായ അടയാളം എത്രയും വേഗം ഉണ്ടായി സാക്ഷ്യം പറയാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധായ സർവ്വശക്തൻ നയിക്കുവാണ്. എൻ്റെ മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ് 9-ാം അധ്യായം 37-ാമത്തെ വചനം. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ശിശു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ, ബലഹീനമായ കാര്യം. ശിശുവിന് ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം. ഏറ്റവും സെറ്റ് കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം. അതാണല്ലോ ശിശുവിൻ്റെ ഒരു നമ്മുടെ ഇൻട്രാക്ഷനിലൂടെ മനസ്സിലാകണത്. എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതുപോലെ തന്നെ ദൈവം എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു കൊടുക്കേണ്ടി വരും. ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ചില കുടുംബങ്ങളിൽ അപ്പൻ മരിച്ച് പെങ്ങളെയും മക്കളെയും കൊണ്ട് വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്.
പെങ്ങൾക്കാണെങ്കിൽ അസുഖമാണ്, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ. അപ്പം നമുക്കൊരു ഭാരമായിട്ട് തോന്നും കഴിയും. അത് ചിലപ്പോൾ നമ്മുടെ ഭാര്യയും മക്കളും ചിലപ്പോൾ സമ്മതിച്ചില്ലെന്ന് വരും. അത് അപ്പോൾ നമ്മൾ അവരുടെ മാറ്റി താമസിപ്പിക്കുക. എന്തായാലും നമ്മുടെ വരുമാനത്തിന് ഒരു ഭാഗം അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവരുടെ ബലഹീനമായ സാഹചര്യങ്ങളാണ്. അപ്പോൾ എന്താണ് അവരെ സന്ധിക്കുന്ന ഒത്തിരി ആങ്ങളമാരൊക്കെ ഉണ്ട്. എനിക്കറിയാം ഇതുപോലെ ആങ്ങളമാരെ തന്നെ ബന്ധുക്കൾ, ഇതുപോലെ ആയിപ്പോയ ബന്ധുക്കളെ രഹസ്യമായിട്ട് പരസ്യമായിട്ട് സഹായിക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ സഹായിക്കുമ്പോൾ എന്നിട്ട് പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള നിങ്ങൾ പറയണവർ കേൾക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ അവർ പോകേണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ പോവുകയോ, സംസാരിക്കേണ്ടത് പറഞ്ഞ സ്ഥലത്ത് അവർ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടനെ പോലീസാകും. എന്നാൽ പിന്നെ നിങ്ങൾ ജീവിക്കാൻ കാണട്ടെ, എൻ്റെ കാശ് കൊണ്ടല്ലേ നിങ്ങൾ ജീവിച്ചത്. നിങ്ങൾ പറയണ പോലെ പോയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അപ്പോൾ അത് കുത്തിത്തിരിക്കാനും അതിൻ്റെ അകത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കാനും ജീവിത പങ്കാളി വരും. അപ്പോൾ എങ്ങനെ ഇരിക്കണം കണ്ടില്ല, അവരവരുടെ രീതിയിൽ പോകും. നിങ്ങൾ പറഞ്ഞതും കേൾക്കാതെ നിങ്ങളുടെ കാശ് മാത്രം മതി, അപ്പോൾ അവർ കുത്തിത്തിരിക്കും. എൻ്റെ മക്കൾ ഇതെല്ലാം ശൈശവ സമയമാണ്. മനുഷ്യന്മാരുടെ നിവർത്തികേടുകൾ. ശിശു എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നിവർത്തികേടിനും കൈയും കാലും വെച്ചേക്കുന്ന സംഭവമാണ് ശിശു. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തെയും വ്യക്തികളെയും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്കൊരു റിട്ടേൺസ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ നാമത്തെ സ്വീകരിക്കണം. അപ്പം എന്തെങ്കിലും ഭാരങ്ങൾ നമുക്ക് പ്രയോജനമില്ലാത്ത, നമുക്ക് തൽക്കാലം നേരിട്ട് ഉത്തരവാദിത്തമില്ലാത്ത എന്തെങ്കിലും ഭാരങ്ങൾ മക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ, വ്യക്തികളുടെ ഉത്തരവാദിത്തം എടുത്തിട്ടുണ്ടെങ്കിൽ, അത് ഈശോ പറയണത് എൻ്റെ നാമത്തിൽ എടുത്തോളാം, എൻ്റെ അക്കൗണ്ടിലേക്ക് വരാനാണ്. എനിക്കിതൊക്കെ ഇതിൻ്റെ ഗുട്ടൻസൊക്കെ പണ്ട് വരെ അറിയാവുന്നതാണ് ഈ വചനം. അപ്പം എന്നോട് ഈശോ പറഞ്ഞ് ഇങ്ങനെ വ്യാഖ്യാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പണ്ട്. ഞാനതുകൊണ്ട് ഇന്ന് എങ്ങനെ വ്യാഖ്യാനിച്ച് കൊടുക്കത്തുള്ളൂ. എന്താണ്? നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ടാക്സേഷൻ ഉണ്ടാകുന്ന, നിങ്ങൾക്ക് നികുതിയായി വരുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് വരുമാനമോ പ്രത്യേക ഗുണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന വിഷയങ്ങൾ, റിട്ടേൺസ് ഇല്ലാത്ത വിഷയങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്പം തന്നെ എന്നിട്ട് നിങ്ങൾ അവരോട്, ചിലപ്പോൾ നിങ്ങളുടെ അധ്വാന ഫലം കൊണ്ട് അവർ ജീവിക്കണമെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞവർ കേൾക്കത്തില്ല. അവർ മനഃപൂർവ്വമല്ല, അവർ മനുഷ്യരല്ലേ. അപ്പം അത് മനസ്സിലാക്കി ക്രിസ്തു എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. ക്രിസ്തുവിൻ്റെ നാമത്തെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പത്രോസ് സാബത്ത് ദിവസം അവിടുന്ന് കണ്ടവൻ്റെ പറമ്പിൽ നിന്ന് ഗോതമ്പ് മണി എടുത്ത് കഴിച്ചു. പശേര് അവരെ തൊണ്ടക്ക് പിടിച്ചു. അത് ഈശോനെ അവരെ വെച്ച് അപമാനിച്ചു. അപ്പോൾ ഈശോ പത്രോസ് വിചാരിച്ചു ഈശോ ഇപ്പം എന്നെ കുറ്റപ്പെടുത്തുമെന്ന്, പറഞ്ഞു വിടുമെന്ന്, ഡിസ്മിസ് ചെയ്യുമെന്ന്. ഈശോ ഞാൻ കാര്യമില്ല, ഈശോ ഇത് മൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് പറയും ആ സാരം ദാവീദൊക്കെ എന്താ ചെയ്തത്? വിശന്നപ്പോൾ മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഈശോ വിശപ്പിനെയാണ് പ്രാധാന്യം കൊടുത്തത് അവിടെ, അല്ലാതെ നിയമത്തിനല്ല. എന്ന് വെച്ചാൽ സാബത്ത്. അപ്പോൾ വിശപ്പ് സാബത്തിനേക്കാളും നിയമ സംവിധാനത്തെക്കാളും അപ്പുറത്താണെന്ന് എൻ്റെ അർത്ഥം. അത് അഡ്രസ്സ് ചെയ്യേണ്ടി ഒരു സഭയായാലും ആരായാലും. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇങ്ങനെ നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമുക്ക് റിട്ടേൺസ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കുത്തിത്തിരിക്കും. വല്ല പ്രയോജനമുണ്ട്? എന്ത് കാര്യമുണ്ട്? അങ്ങനെ ചെയ്തുകൊണ്ടെങ്കിൽ വിട്ടിട്ട് നിങ്ങളവിടുന്ന് മാറിയേക്കണം. അത് കേൾക്കേണ്ടതെന്ന് ചെയ്യണം. നിങ്ങൾ കേൾക്കണ്ടില്ലെങ്കിൽ പറയാവുന്നവർ പറയും. പക്ഷെ അതെല്ലാം നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കി എടുത്തിട്ട് കുരിശ് കൃപയാക്കണം. ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കി കഴിഞ്ഞാൽ ഉടനെ കുരിശ് കൃപയായി വരും. എത്ര കള്ളന്മാർ കുരിശത്ത് തൂങ്ങി, എന്നിട്ട് അതൊന്നും കൃപയായില്ലല്ലേ? ക്രിസ്തു തൂങ്ങിയോണ്ടല്ലേ കുരിശ് കൃപയായത്. അപ്പം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു കുരിശെടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് കൃപയായിട്ട് മാറും. അങ്ങനെ നിങ്ങൾക്ക് ഗുണം ചെയ്യാത്ത, നിങ്ങൾക്ക് റിട്ടേൺസ് ഇല്ലാത്ത, നിങ്ങൾക്ക് പ്രയോജനമില്ലാത്ത എല്ലാ വിഷയങ്ങളും, വ്യക്തികളും, സംഭവങ്ങളും ക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുത്തുകൊണ്ട് കൃപ നിറയാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.